ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക നിയമനങ്ങളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ് നടത്തുന്നത്. കുറഞ്ഞ യോഗ്യത വരുന്നത് 7ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ സ്നേഹധാര പദ്ധതിയിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത ബാച്ചിലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിയും RCA രജിസ്ട്രേഷനുമാണ്. മേൽ യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ DDY, HID, ESSE യോഗ്യതയുള്ളവരെയും പരിഗണിക്കുന്നതാണ്. താല്പര്യമുള്ളവർ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളും സഹിതം ജൂലൈ 23 രാവിലെ 11 മണിക്ക് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ അഭിമുഖത്തിന് ഹാജരാവണം. അടുത്തത് കൊല്ലം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള ഒഴിവുകളിലേക്ക് ജൂലൈ 22 അഭിമുഖം നടത്തുന്നുണ്ട്. +2 കഴിഞ്ഞ് 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർ അന്നേ ദിവസം രാവിലെ 10 മണിക്ക് ആധാർ കാർഡും 3 കോപ്പി ബയോഡേറ്റയുമായി ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ റാന്നി, പെരുന്നാട്, മഞ്ഞത്തോട് ഉന്നതിയിലെ ബ്രിഡ്ജ് കോഴ്സ് സെൻറ്ററിലേക്ക് മെൻറ്ററെ അഭിമുഖം വഴി നിയമിക്കുന്നുണ്ട്. ഒരൊഴിവാണ് വന്നിട്ടുള്ളത്. യോഗ്യത ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബിരുദമാണ്. B.Ed അല്ലെങ്കിൽ TTC ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. പ്രായപരിധി 2025 ജൂലൈ 18-ന് 40 വയസ്സ് കവിയരുത്. അപേക്ഷകർ കുടുംബശ്രീ അംഗം അല്ലെങ്കിൽ കുടുംബാംഗം അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗമായിരിക്കണം. അപേക്ഷയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും സഹിതം ജൂലൈ 22 വൈകിട്ട് 5 മണിക്ക് മുമ്പായി പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ്, പെരുന്നാട് ഇടത്താവളത്തിലോ കുടുംബശ്രീ ജില്ലാ മിഷൻ പത്തനംതിട്ട കാര്യാലയത്തിലോ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിൽ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾക്ക് 90 ദിവസത്തേക്ക് 42 കണ്ടിൻജന്റ് തൊഴിലാളികളെ നിയമിക്കുന്നുണ്ട്. 18-നും 40-നും മധ്യ പ്രായമുള്ള ഫീൽഡ് ഡ്യൂട്ടി ചെയ്യുവാൻ കായികക്ഷമതയുള്ള 7ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. ജൂലൈ 23 രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഓൺലൈനായി വേണം അപേക്ഷിക്കാൻ. അപ്പോൾ അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ബിരുദധാരികൾ അപേക്ഷിക്കേണ്ടതില്ല. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബയോളജിസ്റ്റിൻ്റെ കാര്യാലയം, കൊട്ടാരം ബിൽഡിംഗ്, ജനറൽ ആശുപത്രി പരിസരം, ആലപ്പുഴയുമായി ബന്ധപ്പെടുക. അടുത്തത് കോട്ടയം ജില്ലയിൽ ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ ആശുപത്രി വികസന സമിതി മുഖേന നൈറ്റ് വാച്ചർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിന് 45-നും 65-നും മധ്യ പ്രായമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കോട്ടയം നഗരസഭ അതിർത്തിയിലുള്ളവർക്കും വിരമിച്ച സൈനികർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും. അപേക്ഷകൾ ജൂലൈ 22 വൈകിട്ട് 4 മണിക്ക് മുൻപായി ഓഫീസിൽ നൽകണം. വിശദ വിവരത്തിന് ആശുപത്രി ഓഫീസുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് പാലക്കാട് ജില്ലയിൽ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ജില്ലയിൽ നടപ്പാക്കുന്ന നശാമുക്ത് ഭാരത് അഭിയാൻ പദ്ധതിയിൽ ജില്ലാ കോർഡിനേറ്ററെ നിയമിക്കുന്നുണ്ട്. 1 വർഷത്തേക്കുള്ള കരാർ നിയമനമാണ്. MSW കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 25-നും 35-നും മധ്യ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ ജൂലൈ 23 രാവിലെ 11 മണിക്ക് അഭിമുഖത്തിനായി പാലക്കാട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.